ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ പഴയ പേരാണ് തിരുവിതാംകൂർ എന്നും കാലക്രമേണ തിരുവിതാംകൂർ തിരുവനന്തപുരമായി മാറി എന്നുമാണ്. എന്നാൽ ചരിത്രങ്ങളിൽ പറയുന്നത് മറ്റൊന്നാണ്. അത് എന്താണെന്നറിഞ്ഞിരിക്കണ്ടേ? അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയാണ് തിരുവനന്തപുരത്തെ തൻ്റെ തലസ്ഥാനമാക്കിയത്. അതിനു മുമ്പ് പത്മനാഭപുരം ആയിരുന്നു തലസ്ഥാനം. പത്മനാഭപുരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. മഹാരാജാവ് തിരുവനന്തപുരത്തെ തൻ്റെ തലസ്ഥാനമാക്കുന്നതിന് രണ്ട് പ്രധാന കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നാമത്തേത്, പത്മനാഭപുരത്തെ അപേക്ഷിച്ച് തിരുവനന്തപുരം നല്ല വിസ്താരമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് വികസനങ്ങളെല്ലാം തിരുവനന്തപുരത്തായിരിക്കും നല്ലതെന്ന് രാജാവിന് മനസ്സിലായി. ഇതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, പലപ്പോഴും രാജ്യത്തിനെതിരെ ആക്രമണങ്ങളും കലാപങ്ങളും ഉണ്ടാകാറുണ്ടായിരുന്നു. അതിനാൽ സുരക്ഷിതമായ ഒരു സ്ഥലം ആവശ്യമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരം നല്ലതാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ രണ്ട് പ്രധാനമായ കാരണങ്ങൾ കൊണ്ടാണ് തിരുവനന്തപുരത്തെ രാജാവ് തൻ്റെ തലസ്ഥാനമാക്കി മാറ്റിയത്. തിരുഅനന്തപുരം. തിരു എന്നാൽ ലക്ഷ്മി, അതായത് ഐശ്വര്യം എന്നും, അനന്തൻ എന്നാൽ സർപ്പം എന്നും, പുരം എന്നാൽ നഗരം എന്നുമാണ് അർത്ഥം വരുന്നത്. അനന്തൻ എന്ന സർപ്പത്തിൻ്റെ മുകളിലാണല്ലോ ഭഗവാൻ വിഷ്ണു കിടക്കുന്നത്. അതേ അനന്തനെ തന്നെയാണ് തിരുവനന്തപുരം സൂചിപ്പിക്കുന്നത്. തിരുവിതാംകൂർ എന്നത് ഒരു ദേശമാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങിയവയെല്ലാം ചേർന്ന ഒരു ദേശമാണ് തിരുവിതാംകൂർ. എന്നാൽ തിരുവനന്തപുരം എന്നത് ഒരു നഗരമാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭപുരമായിരുന്ന തലസ്ഥാനത്തെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയെന്നേയുള്ളൂ. അല്ലാതെ തിരുവിതാംകൂർ തിരുവനന്തപുരമായി മാറിയതല്ല. ഇങ്ങനെയാണ് ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.